ഹായ് ഹലോ. ഇന്ന് നമുക്കൊരു റോസ് കളറിലുള്ള ചമ്മന്തി റെസിപ്പി നോക്കാം. വേറൊന്നുമല്ല, ബീട്രൂട്ട് കൊണ്ടുള്ളൊരു റെസിപ്പിയാണ്. എപ്പോഴുമുള്ള വെള്ളയും ചുവപ്പ് ചമ്മന്തികളിൽ നിന്നൊന്ന് മാറ്റി പിടിക്കാം. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും ഇഷ്ടപ്പെടും ഈ വെറൈറ്റി കളറൊക്കെ ആകുമ്പോഴേ. കൂടാതെ കുറച്ചുകൂടെ ന്യൂട്രീഷ്യസും ആക്കാം, കാരണം ബീട്രൂട്ട് അല്ലേ ചേർത്തിരിക്കുന്നത്. ബീട്രൂട്ട് ചമ്മന്തിയുടെ ചേരുവകൾ എന്താണെന്ന് നോക്കാം. മെയിനായിട്ടും ബീട്രൂട്ടാണ് വേണ്ടുന്നത്. മീഡിയം സൈസുള്ള ഒരു ഫുൾ ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. കൂടാതെ 2 സവാള, പിന്നെ 3-4 പച്ചമുളകും എടുത്തിട്ടുണ്ട്. നല്ല എരിവായിക്കോട്ടെ, കാരണം ബീട്രൂട്ടിനൊക്കെ ചെറിയ മധുരം ഉള്ളതല്ലേ. പിന്നെ 1 കപ്പ് തേങ്ങയും കൂടി എടുത്തിട്ടുണ്ട്. ബീട്രൂട്ട്, സവാളയും പച്ചമുളകും എല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് നമ്മുടെ മിക്സിയുടെ ജാറിലോട്ട് ഇടാം. പിന്നെ ചിരകി വെച്ചേക്കുന്ന തേങ്ങയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് പുളിയും കൂടെ ഉണ്ടെങ്കിൽ ഈ ചമ്മന്തി ഒന്ന് ടേസ്റ്റി ആയിട്ട് കിട്ടത്തുള്ളൂ. അതിനായിട്ട് ഞാൻ പുളിക്ക് ആഡ് ചെയ്തേക്കുന്നത് നാരങ്ങാ നീരാണ്. ഒരു ഹാഫ് നാരങ്ങയുടെ നീരും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നല്ലതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അങ്ങ് അരഞ്ഞു പോകണ്ട, ക്രഷ് ചെയ്തെടുത്താൽ മതി. ഈ ചമ്മന്തിക്ക് നല്ല വെള്ളമയം കാണും, കാരണം ബീട്രൂട്ടിലെയും നാരങ്ങാനീരിലെയൊക്കെ ആ ജലാംശം ഇതിൽ നല്ലപോലെ കാണും. ഇച്ചിരി നല്ലൊരു ലൂസായിട്ടായിരിക്കും കിട്ടുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്യാൻ മറക്കല്ലേ, ഞാനത് പറയാൻ വിട്ടുപോയി. വളരെ ഈസി ആൻഡ് ഫാസ്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മുടെ ബീട്രൂട്ട് ചമ്മന്തിയുടെ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നേരത്തെ നമ്മൾ ചമ്മന്തി റെസിപ്പീസ് ആഡ് ചെയ്തിട്ടുണ്ട്. പപ്പടം ചമ്മന്തിയും ഗ്രീൻ ആപ്പിളും പച്ചമാങ്ങയും കൂടെ ഒക്കെയുള്ള ചമ്മന്തിയൊക്കെ. അതൊക്കെ കൂടെ എല്ലാവരും കയറി കണ്ട് എന്ന് ട്രൈ ചെയ്ത് നോക്കി നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.